പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം മത്തായി 8:8 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ ശതാധിപൻ പ്രതിവദിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന്. ആ ശതാധിപനെ പോലെ എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കണം, എൻ്റെ പ്രിയ തമ്പുരാനെ, ഞാൻ യോഗ്യനല്ല നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ. എന്നാൽ നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. ആ ശതാധിപനെ പോലുള്ള വിശ്വാസം എന്നിലും നിങ്ങളിലും കടന്നു വരണം. നമ്മുടെ ഭവനത്തിൽ കടന്നു വരണം. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ഒരു കർത്താവ്. എന്തെല്ലാം പ്രതിസന്ധികളോ ആകുലതകളോ അസ്വസ്ഥതകളോ ഉത്കണ്ഠകളോ ആകുലതകളോ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നടക്കില്ല എന്ന് ഞാനും നിങ്ങളും വിചാരിക്കുന്ന ആ നിമിഷങ്ങൾ, കാര്യങ്ങളെല്ലാം എൻ്റെ ഈശോയ്ക്ക് അസാധ്യമല്ല എന്നുള്ളൊരു വിശ്വാസം, വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നൊരു ദൈവമാണ് നമ്മുടെ കൂടെ വസിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നിങ്ങൾക്കും പറയുവാൻ സാധിക്കണം. എൻ്റെ പൊന്നു തമ്പുരാനെ, നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്ന്. ആ ശതാധിപൻ പറഞ്ഞതുപോലെ, കർത്താവേ, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും, നീ ഒരു വാക്കുച്ചരിച്ചാൽ. നമ്മൾ രോഗികളാണോ? വേദനിക്കുന്ന നിമിഷങ്ങളിലൂടെയാണോ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്? അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെ ആകുലപ്പെടുത്തുന്ന നിമിഷങ്ങളിലൂടെയാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കടന്നു പോകുന്നത്? നമുക്ക് പറയുവാൻ സാധിക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ സാധിക്കണം, ഈശോയെ, നീ ഇടപെടണമേ എന്ന്. കർത്താവേ, നീ ഒരു വാക്കുച്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഹല്ലേലൂയ. ആമേൻ.